മധ്യേഷ്യയിലെ ദേശീയ ഭക്ഷണം പിലാഫ്. ഉസ്ബെക്കിസ്ഥാൻകാർക്ക് ഇതൊരു സ്വാദഭിനിവേശമാണ്. ഹസർ പസന്ത് അഥവാ സഹസ്രഹർഷം എന്ന പേർഷ്യൻ വിശേഷണത്തിൽ ഇന്ത്യയിൽ വിളിക്കുന്ന പുലാവ് തന്നെയാണ് ഉസ്ബെക്കിലെ പിലാഫ്. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്തിലുള്ള മധ്യേഷ്യൻ പിലാവ് സെന്റർ സ്വാദിന്റെ തലസ്ഥാനമാണ്. മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്ര, ചരിത്രാവശേഷിപ്പുകളിലേക്കുള്ള പര്യവേഷണവും രുചി വൈവിധ്യങ്ങളിലേക്കുള്ള സഞ്ചാരവുമാണ്. ഭൂഖണ്ഡങ്ങൾ താണ്ടിയെത്തിയ രുചിക്കൂട്ടുകളാൽ ചാലിച്ചെടുത്തതാണ് ഇവിടുത്തെ ഭക്ഷണം. സെൻട്രൽ ഏഷ്യൻ പിലാഫിന്റെ രുചി നുകരാതെ മധ്യേഷ്യൻ രാജ്യമായ ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്തിലേക്കുള്ള ഒരു യാത്രയും പൂർത്തിയാവുകയില്ല. താഷ്കന്തിന്റെ മുഖമുദ്രയായ ടെലിവിഷൻ ടവറിന് സമീപമുള്ള പിലാവ് സെന്റർ ഭക്ഷണത്തെക്കുറിച്ചുള്ള നമ്മളുടെ സങ്കല്പത്തെ തന്നെ മാറ്റിമറിക്കും. സസ്യാഹാരികൾക്ക് പ്രിയങ്കരമായ പുലാവിന്റെ മാംസാഹാര പതിപ്പാണ് പിലാഫ് എന്ന് വേണമെങ്കിൽ പറയാം. നീളനരിയും ഉള്ളിയും ക്യാരറ്റും എണ്ണയും പിന്നെ ആട്ടിറച്ചിയുടെ സമൃദ്ധിയും മേമ്പൊടിക്ക് കുതിര സോസേജും ചേരുന്ന വ്യത്യസ്തമായ രുചിക്കൂട്ടാണ് പിലാഫ്. ക്രിസ്തുവിന് മുൻപേ പിലാഫ് ഉണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ. ചരിത്രത്തിന്റെ ഏതു വഴിത്താരയിലൂടെ ബന്ധിറങ്ങിയതാണെങ്കിലും മധ്യേഷ്യയിലെ പ്രിയ വിഭവമാണിത്. പിറവി കൊണ്ട് പേർഷ്യനാണെങ്കിലും സ്പെയിൻ മുതൽ ഏഷ്യ ഭൂഖണ്ഡമാകെ പ്രചാരമുള്ള രുചിരാജാവാണ് പിലാഫ്. 350 കിലോ അരി വേവുന്ന കസാൻ എന്ന ഭീമാകാരമായ പാത്രത്തിലാണ് പ്ലാവ് പാകമാകുന്നത്. ഇത് ലോകത്തെ ഏറ്റവും വലിയ പ്ലാഫ് അടുപ്പാണ്. പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിൽ വിറക് കത്തിച്ച് കനലിലാണ് പ്ലാഫ് വെന്തു നിറയുന്നത്. 3000 പേർക്കാണ് പ്ലാഫ് തയ്യാറാക്കുന്നത്. തലേ ദിവസം രാത്രി തുടങ്ങുന്ന പാചകം രാവിലെ 11 മണിയാകുമ്പോഴേക്കും വെന്തു പാകമാകുന്നു. 100 കിലോയിലധികം ക്യാരറ്റ് രാത്രി തന്നെ മുറിച്ച് തയ്യാറാക്കുന്നു. രാവിലെ 100 കിലോഗ്രാം മട്ടനും ബീഫും വെട്ടി പരുവപ്പെടുത്തുന്നു. കസാനിൽ 40 കിലോ സൂര്യകാന്തി എണ്ണയൊഴിച്ച് അതിലേക്ക് പരുവപ്പെടുത്തി വെച്ച ഇറച്ചിയിട്ട് വേവാകുമ്പോൾ ക്യാരറ്റും ഉള്ളിയും ഇട്ട് വഴറ്റുന്നു. ഇതിന് സിർവക് എന്നാണ് ഉസ്ബെക് പേര്. ചെഞ്ചീര എന്ന സ്പിനാഷ്, ചെസ്നട്ട്, ബീൻസ്, കൊട്ടൻ പഴങ്ങൾ എന്നിവ ചേർത്ത് വെന്ത് ഒരു പരുവമാകുമ്പോൾ അതിലേക്ക് 100 കിലോഗ്രാം കുതിർത്ത ഉസ്ബെക് അരി ചേർത്ത് പാത്രങ്ങൾ കൊണ്ട് മൂടി പ്ലാഫിനെ ആവിയിൽ വേകാൻ വിടുന്നു. 6 മണിക്കൂർ ആവിയിലും മനുഷ്യാധ്വാനത്തിലും വെന്തു നിറയുന്ന പ്ലാഫ് പിന്നെ തീന്മേശകളിലേക്ക് എത്തുകയായി. മേശമേലെത്തുമ്പോഴേക്കും വിവിധ തരം സാലഡുകളും കുതിരയിറച്ചിയുടെ സോസേജുമൊക്കെ പ്ലാഫ് പാത്രത്തെ അലങ്കരിച്ചിരിക്കും. 500 പേർക്കുള്ള ഊട്ടുപുരയിൽ ഉത്സവത്തിരക്കാണ്. ദേശഭാഷ വർഗഭേദങ്ങളൊന്നുമില്ലാതെ ആൾക്കൂട്ടം ഒരേ ഒരു വിഭവത്തിനായി നിരന്നിരിക്കുന്നു. ഊട്ടുപുര കവിഞ്ഞെത്തുന്ന ജനക്കൂട്ടത്തിന് മുറ്റത്തിരിക്കാം. അവിടെയും പ്ലാവ് സെർവ് ചെയ്യുന്നു. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി കൈമൈ വഴക്കത്തോടെ ഊളിയിട്ട് പായുന്ന സപ്ലയേഴ്സ് മറ്റൊരു കാഴ്ചയാണ്. ഇത് കേവലം ഒരു ഭക്ഷണശാല മാത്രമല്ല, ഉസ്ബെക്കിസ്ഥാന്റെ ഭക്ഷണ പാരമ്പര്യത്തിലേക്ക് തുറക്കുന്ന ഒരു വാതിലാണ്. ജീവിത രീതിയിലേക്കുള്ള ഒരു ജാലകമാണ്. ആധികാരിക രുചിക്കൂട്ട് അന്വേഷിച്ചെത്തുന്ന സഞ്ചാരികൾക്ക് ആകർഷകമായ ഒരിടത്താവളമാണ്.